സംരംഭം ഇത് തുടങ്ങാനുള്ള ഐഡിയ ആരുടെയായിരുന്നു? ഇങ്ങനത്തെ ഐഡിയാസിലൊക്കെ സാധാരണ ഇവനെ പിടിച്ചാടാറുള്ളത്. അതെന്താ വേറിട്ട് ചിന്തിച്ച? കാരണം അന്ന് ഈ യൂട്യൂബ് വ്ളോഗിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചിന്തിക്കാം, ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകാൻ എന്താ ചിന്തിക്കാൻ കാരണം എന്താ? നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ല. ഓക്കെ. ഈ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാന്നൊക്കെ നമുക്ക് എഴുതാൻ മാത്രമേ അറിയുള്ളൂ. ബേസിക്കലി ഞങ്ങൾ ജേർണലിസ്റ്റുകളാണ് രണ്ടുപേരും. അപ്പൊ എഴുതാൻ നന്നായിട്ടല്ല തരക്കേടില്ലാണ്ട് എഴുതുന്നു. നന്നായി എഴുതുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, തരക്കേടില്ലാതെ എഴുതുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു മാഗസിൻ തുടങ്ങാന്നൊക്കെ പറഞ്ഞു. ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കച്ചവടം സെറ്റായല്ലോ. ഇൻവെസ്റ്ററായി, എഴുതാൻ നമുക്കറിയാം. വണ്ടി എടുത്തു, സ്റ്റാർട്ടാക്കി തുടങ്ങാന്ന് വെച്ചപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര, നിന്റെ എത്രയാന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അപ്പൊ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അല്ല അത് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഉള്ള പണി പോയിന്ന്. തിരിച്ചങ്ങോട്ട് അഹങ്കാരത്തോടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിപ്പോയതാ. അപ്പൊ ഒരു ഗതിയില്ലാതെ കളിക്കുന്ന മാർഗം കളി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മാർഗം ഇല്ലാത്തപ്പോ ഒരു കളി കളിച്ചിട്ട് തുടങ്ങിയതാണ് സംരംഭം. അന്ന് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തുടങ്ങിപ്പോയി. തിരിച്ചു പോകുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിലാണല്ലോ തുടങ്ങാതിരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊന്നും പുറപ്പെട്ടു. പക്ഷെ അമ്മാത്തെത്തിയില്ല.